ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 3-ലെ നെക്സ്റ്റ് പോർഷനാണ്. അതായത് എസ്റ്റിമേഷൻ മോഡൽസ് ആണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പ്രോജക്റ്റ് പ്ലാനിങ് എങ്ങനെയൊക്കെയാണ്, അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് നമ്മൾ ഡിസൈൻ ഫേസിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഓവറോൾ എസ്റ്റിമേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ പ്രോജക്റ്റിന് എന്തുമാത്രം കോസ്റ്റ് അല്ലെങ്കിൽ മാൻ പവർ, ഏകദേശം നമ്മുടെ പ്രോജക്റ്റിൻ്റെ സൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എംപിരിക്കൽ എസ്റ്റിമേഷൻ മോഡലാണ് ഫസ്റ്റ്. അപ്പോൾ അതേതാണെന്ന് നോക്കാം. അപ്പം എംപിരിക്കൽ എസ്റ്റിമേഷൻ ഈസ് എ ടെക്നിക് ഓർ മോഡൽ ഇൻ വിച്ച് എംപിരിക്കലി ഡിറൈവ്ഡ് ഫോർമുലാസ് ആർ യൂസ് ഫോർ പ്രെഡിക്റ്റിംഗ് ദ ഡേറ്റ that are required and essential part of the software project planning step എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എംപിരിക്കൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഒരു ടെക്നിക്ക് അല്ലെ മോഡലാണ്. അപ്പോൾ ഡിറൈവ്ഡ് ഫോർമുലാസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതായത് ഏകദേശം നമ്മൾ റിക്വയർമെൻറ്റ് ഒക്കെ ചെയ്യാറുണ്ട്. SRS ഡോക്യുമെൻറ്റിനകത്ത് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തുമാത്രം ഡേറ്റ ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ ഉള്ള ഒരു, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സെയിം റിലേറ്റഡ് ആയിട്ട്, അതായത് ഒരു ഐഡിയ നമ്മളിപ്പം ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് അല്ലെ ആ ഐഡിയനെ ബേസ് ചെയ്ത് പ്രീവിയസ് ആയിട്ടുള്ള, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ളൊക്കെയുള്ള എക്സ്പീരിയൻസും അതുപോലെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഫോർമുലാസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംപിരിക്കൽ എസ്റ്റിമേഷൻ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. These techniques are usually based on the data that is collected previously from a project and also based on some guesses, prior experiences with the development of similar types of project and assumptions. അപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, ആ ടെക്നിക്ക്, അതായത് ഈ മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രീവിയസ്ലി, അതായത് നമ്മൾ ഇത് സെയിം പോലെ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് സാമ്പിൾ ഡേറ്റാസൊക്കെ കളക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഗസ് ചെയ്യുക, പിന്നെ പ്രയോർ എക്സ്പീരിയൻസ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സിമിലർ ടൈപ്സ് ഓഫ് പ്രോജക്റ്റ്, പിന്നെ അസംഷൻസ്. നമ്മൾ എല്ലാം അങ്ങനെയാണല്ലോ, നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, കസ്റ്റമേഴ്സിൻ്റെ യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക്, ഈ മോഡൽ നമ്മൾ എസ്റ്റിമേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യൂസസ് എംപിരിക്കലി ഡിറൈവ്ഡ് ഫോർമുല ടു പ്രെഡിക്റ്റ് എഫേർട്ട് ആസ് എ ഫങ്ഷൻ ഓഫ് LOC. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു ലൈൻ ഓഫ് കോഡ് ഓർ ഫങ്ഷൻ പോയിൻറ്റ്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനാലിസിസ് അല്ലെങ്കിൽ എസ്റ്റിമേഷൻ കാൽക്കുലേഷൻസ് ഒക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എംപിരിക്കൽ എസ്റ്റിമേഷൻ മോഡലാണ് കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ. നമ്മൾ സിമ്പിളായിട്ട് കൊക്കോമോ മോഡൽ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊക്കോമോ മോഡൽ യൂസ് ചെയ്തിട്ടൊരു പ്രോബ്ലം. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കൊക്കോമോ എന്നാണ് പറയുന്നത്, കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് model. BAW Baum introduced COCOMO model in 1981. This model estimates the total effort in terms of person months of the technical project staff. അതായത് നമ്മൾ ടോട്ടൽ എഫേർട്ട്, അതായത് ഈ മോഡലിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ടോട്ടൽ എഫേർട്ടാണ് ഇൻ ടേംസ് ഓഫ് പേഴ്സൺ മന്ത്സ്. അതായത് എത്ര ആൾക്കാർ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ മന്തിൽ, ഓരോ മാസം മന്ത്ലിയാണ് കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പം അതിലെത്ര ആൾക്കാർ ചേർന്നാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും, ടോട്ടൽ എഫേർട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ എഫേർട്ട് ഇൻ ടേംസ് ഓഫ് പേഴ്സൺ മന്ത്സ് ഓഫ് ദി ടെക്നിക്കൽ പ്രൊജക്ട്സ്. ബോം ഇൻട്രൊഡ്യൂസസ് 3 forms ഓഫ് കൊക്കോമോ. അതായത് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്യുന്ന പ്രോജക്റ്റിനെ നമ്മൾ അതിൻ്റെ സൈസ് ഒക്കെ, അതായത് മെയിൻലി സൈസാണ്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 3 ഫോംസ് ആയിട്ട് നമ്മൾ ഈ ക്ലാസിഫൈ ചെയ്തിട്ട്, അല്ലെ കൊക്കോമോയ്ക്ക് 3 ടൈപ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് നമ്മൾ ഏത് പ്രോജക്റ്റിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ടും ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷനുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ വരുന്നത്. അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ 3 classes ഓഫ് സോഫ്റ്റ്വെയർ പ്രോജക്ട്സ്. അതായത് നമ്മൾ കൊക്കോമോ തന്നെ 3 forms ഉണ്ട്. അത് അപ്ലൈ ചെയ്യുന്നത് 3 classes ഓഫ് പ്രോജക്റ്റ്. അത് ഞാൻ പറഞ്ഞല്ലോ, പ്രോജക്റ്റിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആ പ്രോജക്റ്റിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കാം.
ദെൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ, അപ്പം ക്ലാസിഫിക്കേഷൻസും ടൈപ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ കൊക്കോമ കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ ഈസ് എ റിഗ്രഷൻ മോഡൽ ബേസ്ഡ് ഓൺ ലൈൻ ഓഫ് കോഡ്, നമ്പർ ഓഫ് ലൈൻസ് ഓഫ് കോഡ്. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ കോസ്റ്റ് എസ്റ്റിമേഷൻ മോഡൽ ഫോർ സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ആൻഡ് ഓഫൺ യൂസ്ഡ് ആസ് എ പ്രോസസ് ഓഫ് reliably predicting the various parameters associated with making a project such as size, effort, cost, time and ക്വാളിറ്റി. അപ്പം മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് സൈസ്, എഫർട്ട്, കോസ്റ്റ്, ടൈം ആൻഡ് ക്വാളിറ്റി. ഇമ്പോർട്ടൻ്റ്, അതായത് എല്ലാ കാര്യങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് ഫാക്ടേഴ്സാണ് അല്ല പാരാമീറ്റേഴ്സാണ്. സൈസ് അല്ലേ, സൈസ് എത്ര ലൈൻ ഓഫ് കോഡ്സ്, എഫർട്ട് എന്തുമാത്രം മാൻ പവർ ആവശ്യമായിട്ട് വരും, കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് എത്രയാവും, ടൈം എത്ര ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഓഫ് പ്രോജക്റ്റ്. Okay, the key parameters which define the quality of any software products which are also an outcome of COCOMA are primarily effort and schedule. അപ്പം മെയിൻലി നമ്മൾ എഫർട്ടിനെയും ഷെഡ്യൂൾ ഏത് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് കൊക്കോമോയുടെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എഫർട്ട് എന്ന് വെച്ചാൽ എന്താണ്, എമൗണ്ട് ഓഫ് ലേബർ ദാറ്റ് വിൽ ബി റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. നമുക്കറിയാം എഫർട്ട് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്, ഒരു പർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ടോട്ടൽ മാൻ പവർ അല്ല ലേബർ ആണ് നമ്മൾ എഫർട്ട് എന്നത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ പേഴ്സൺ മന്ത്സ് യൂണിറ്റ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഷെഡ്യൂൾ സിംപ്ലി മീൻസ് ദ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദി ജോബ്. ഓക്കെ, വിച്ച് ഈസ് ഓഫ് കോഴ്സ് പ്രൊപ്പോർഷണൽ ടു ദി എഫർട്ട് പുട്ട്. അപ്പം നമ്മൾ എഫർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഷെഡ്യൂൾ കാൽക്കുലേറ്റ്, അതായത് എത്ര ആൾക്കാരുണ്ട്, എത്ര ലേബേഴ്സ് ഉണ്ടതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, ടൈം ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ്സ് ഓഫ് ടൈം സച്ച് ആസ് വീക്സ്, മന്ത്സ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം മെയിൻലി കൊക്കോമോയുടെ ബേസ് ചെയ്തിരിക്കുന്നത് എഫർട്ട് ആൻഡ് ഷെഡ്യൂളാണ്. Okay, then next, different models of COCOMA have been proposed to predict the cost estimation at different levels based on the amount of accuracy, correctness required. അത് COCOMA മോഡലിൻ്റെ എക്സ്പ്ലനേഷൻസിൽ വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. All of these models can be applied to a variety of projects whose characteristics determine the value of constant to be used in subsequent calculations. These characteristics pertaining to different system types are, അതായത് നമ്മൾ സിസ്റ്റം ടൈപ്സ് പ്രോജക്ട്സ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ടൈപ്സ് ബേസ് ചെയ്തിട്ടാണ് കൊക്കോമോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസ്സസ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് വൺ ഓർഗാനിക് മോഡാണ്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി സിമ്പിൾ ആൻഡ് സ്മോൾ പ്രോജക്ട്സ് വിത്ത് എ സ്മോൾ ടീം ആർ ഹാൻഡിൽഡ്. സ്മോൾ പ്രോജക്ട്സ് സ്മോൾ ടീം ഹാൻഡിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ഒക്കെ ഓർഗാനിക് മോഡിലാണ് വരുന്നത്. സച്ച് എ ടീം ഷുഡ് ഹാവ് ഗുഡ് ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് ടു ലെസ് റിജിഡ് റിക്വയർമെൻറ്റ്സ്, റിലേറ്റീവ്ലി സ്മോൾ ആൻഡ് റിക്വയർസ് ലിറ്റിൽ ഇന്നോവേഷൻ. ഓക്കെ, ഓർഗാനിക് മോഡ് സ്മോൾ ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് ആണ്, സ്മോൾ ടീമായിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ടീമിന് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ സെമി ഡിറ്റാച്ച്ഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓക്കെ, അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഈസ് ടു ബി സെമി ഡിറ്റാച്ച്ഡ് ടൈപ്പ് ഇഫ് ദ vital characteristics such as team size, experience, knowledge of the various programming environment lie in between that of organic and embedded. അതായത് നെക്സ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ എംബഡഡ് മോഡാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ് ഓർഗാനിക്കാണ്. അപ്പം സെമി ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കിനും എംബഡഡിനും ബിറ്റ്വീൻ ലൈ ചെയ്യുന്ന, അതായത് ബിറ്റ്വീൻ ഇടയ്ക്ക് വരുന്ന ടൈപ്പ് ഓഫ് പ്രോജക്റ്റ്. അതായത് എംബഡഡ് എന്ന് പറഞ്ഞാൽ ലാർജ് പ്രോജക്റ്റ് ആയിരിക്കും, ഓർഗാനിക് എന്ന് പറഞ്ഞാൽ സ്മോൾ പ്രോജക്റ്റ് ആയി ഒരു മീഡിയം സൈസ് പ്രോജക്റ്റ് ആയിരിക്കും അപ്പോൾ സെമി ഡിറ്റാച്ച്ഡ് മോഡിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ടീം സൈസും എക്സ്പീരിയൻസ്, നോളജ് ഓഫ് ദി പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ് എല്ലാം ഇൻ ബിറ്റ്വീൻ ഓർഗാനിക് ആൻഡ് എംബഡഡ് ആയിരിക്കും. ദ പ്രോജക്ട്സ് ക്ലാസിഫൈഡ് ആസ് സെമി ഡിറ്റാച്ച്ഡ് ആർ comparatively less familiar and difficult to develop compared to the organic ones and require more experience and better guidance and creativity. അപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫെമിലിയർ ഒന്നും ആയിരിക്കില്ല, പക്ഷേ വളരെ ബുദ്ധിമുട്ടായിരിക്കും കമ്പയർഡ് ടു ഓർഗാനിക് മോഡ്. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമ്പിളായിട്ട് നമ്മുടെ കമ്പൈലേഴ്സ് ഓർ ഡിഫറെൻറ്റ് എംബഡഡ് സിസ്റ്റംസ് ക്യാൻ ബി കൺസിഡർഡ് ഓഫ് സെമി ഡിറ്റാച്ച്ഡ് ടൈപ്പ്. ഓക്കെ, അപ്പോൾ കമ്പൈലേഴ്സും എംബഡഡ് സിസ്റ്റംസും മോസ്റ്റ് ഓഫ് ദി എംബഡഡ് സിസ്റ്റംസ് ഒക്കെ സെമി ഡിറ്റാച്ച്ഡ്
മോഡിലാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് മോഡ് ഈസ് എംബഡഡ് മോഡാണ്. സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് വിത്ത് റിക്വയറിംഗ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി, ക്രിയേറ്റിവിറ്റി ആൻഡ് എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് fall under this category. A large type of such a software requires a larger team size than the other two models, and also the developers need to be sufficiently experienced and creative to develop such complex models. അപ്പം നമ്മൾ ഇത്രേ ഉള്ളൂ. 3 ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ പ്രൊജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം. ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ് ആൻഡ് എംബഡഡ്. അപ്പം സെമി എന്ന് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ്ഡ് പ്രോജക്റ്റ് നമ്മുടെ കാറ്റഗറി ഒക്കെ കണ്ടിരുന്നു. സെമി ഡിറ്റാച്ച്ഡ് പറഞ്ഞാൽ കുറച്ചും കൂടെ മീഡിയം സൈസ് പ്രോജക്റ്റ് ഒക്കെ ആയിരിക്കും. ദെൻ എംബഡഡ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് പ്രോജക്റ്റ് ആണ്. അപ്പോൾ എംബഡഡ് മോഡിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്രോജക്റ്റ്, എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം ഒക്കെയാണ് നമ്മൾ എംബഡഡ് മോഡിൽ വരുന്നത്. അപ്പം നമ്മൾ പ്രോജക്റ്റിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊക്കോമോ മോഡലിൽ ഓരോ എസ്റ്റിമേഷൻ വർക്ക് ചെയ്യുന്നത്. അതും 3 ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അതിനൊന്ന് സമ്മറൈസ് ചെയ്തിരിക്കുകയാണ്. ഓൾ ദി എബവ് സിസ്റ്റം ടൈപ്സ് യൂട്ടിലൈസ് ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ദി കോൺസ്റ്റൻസ് യൂസ്ഡ് ഇൻ എഫർട്ട് കാൽക്കുലേഷൻസ്. അപ്പോൾ ഈ ടൈപ്സ് എന്ത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ്, അതായത് ഓർഗാനിക് മോഡിലുള്ളതാണോ, സെമി ഡിറ്റാച്ച്ഡ് മോഡിലുള്ളതാണോ, എംബഡഡ് മോഡിലുള്ള പ്രോജക്റ്റ് ആണോ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഫർട്ട് കാൽക്കുലേഷൻ വരുമല്ലോ. അപ്പം ഏത് ക്ലാസ്സിലാണ് വരുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂസ് കാൽക്കുലേറ്റ്, അതായത് വാല്യൂസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഓർഗാനിക് മോഡിലാണെങ്കിൽ 2 to 50 K ലൈൻ ഓഫ് കോഡായിരിക്കും വരുന്നത്. സെമി ഡിറ്റാച്ച്ഡ് ആകുമ്പം 50 to 300 K ലൈൻ ഓഫ് കോഡായിരിക്കും. ദെൻ എംബഡഡ് ആകുമ്പം 300 എബവ് ലൈൻ ഓഫ് കോഡ് വരുന്ന സൈസ് പ്രോജക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഓരോ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂസാണ് നമ്മൾ എഫർട്ട് കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതൊരു ഇതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ വാല്യൂസ് ആയിരിക്കും നമ്മൾ ഈ എഫർട്ട് കാൽക്കുലേഷനിൽ ഡിഫറെൻറ്റ് ടൈപ്സ് കൊക്കോമോ മോഡലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ, നമ്മൾ ഇന്നോവേഷൻ ലിറ്റിൽ പ്രോജക്റ്റ് ആയിരിക്കും, മീഡിയം, സിഗ്നിഫിക്കൻ്റ്, അതായത് ടൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്ന് സമ്മറൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് കൊക്കോമോ മോഡലാണ്. കൊക്കോമോ ഈസ് ബേസ്ഡ് ഓൺ ദ ഹൈറാർക്കി ഓഫ് 3 മോഡൽസ്, നെയിംലി ബേസിക് മോഡൽ, ഇൻ്റർമീഡിയറ്റ് മോഡൽ ആൻഡ് അഡ്വാൻസ് മോഡൽ, അല്ല ഡീറ്റെയിൽഡ് മോഡൽ. അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് ടൈപ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ, ബേസിക്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഡീറ്റെയിൽഡ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ബേസിക് കൊക്കോമോ മോഡലാണ്. Okay, the basic model aims at estimating in a quick and rough version most of the small to medium sized software projects. അപ്പം നമ്മൾ small to medium size project ആണ് ആക്ച്വലി ബേസിക് ടൈപ്പ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലം അറ്റ് ഹാൻഡ്, ദ ടീം മൈറ്റ് ഇൻക്ലൂഡ് എ മിക്സർ ഓഫ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ലെസ് എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ വിത്ത് ഓൺലി എ റീസെൻറ്റ് ഹിസ്റ്ററി ഓഫ് വർക്കിംഗ് ടുഗദർ. അപ്പം നമ്മൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസും ഉണ്ടാവാം, ലേബേഴ്സും ഉണ്ടാവാം, ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കൺസിഡർ ചെയ്യണം. നമ്മളിതിനകത്ത് കാൽക്കുലേഷൻസ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. Okay, then it does not account for differences in hardware constraints, personal quality and experience, use of modern tools and techniques, and other project attributes known to have a significant influence on software cost, which limits its accuracy. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, ഹാർഡ്വെയർ കൺസ്ട്രെയിൻസോ പേഴ്സണൽ ക്വാളിറ്റി, എക്സ്പീരിയൻസ്, അത് മോഡേൺ ടൂൾസ്, ടെക്നിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ബേസിക് കൊക്കോ കമ്പ്യൂട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഫർട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് പ്രോഗ്രാം സൈസ്. Program size is expressed in estimated thousands of source line of code. അപ്പോൾ KLOC ലൈൻ ഓഫ് കോഡ് എന്നാണ് നമ്മളതിന്. അപ്പോൾ അതായത് പ്രോഗ്രാം സൈസിനെ ബേസ് ചെയ്തിട്ടാണ് ബേസിക് കൊക്കോ കമ്പ്യൂട്ടേഷൻസ്, എഫർട്ട് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഒരു ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ഇത് കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് കാൽക്കുലേഷൻസ് എല്ലാം പോകുന്നത്. ദ ബേസിക് കൊക്കോ മോഡൽ takes the form capital E എന്ന് പറഞ്ഞാൽ എഫർട്ടാണ്, ABKLOC റേസ് ടു B എന്നാണ് പറയുന്നത്. ഓക്കെ, സഫിക്സ് AB BB എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എഫർട്ട് E എന്ന് പറഞ്ഞാൽ എഫർട്ട് അപ്ലൈഡ് ഇൻ പേഴ്സൺ മന്ത് ആണ്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് ടൈമാണ്, ഇൻ മന്ത് ആണ് കാൽക്കുലേഷൻ. CB E റേസ് ടു D. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ടൈം കിട്ടണമെങ്കിൽ E കിട്ടണം,
ടോട്ടൽ എഫേർട്ട് കിട്ടണം. ദെൻ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ലൈൻ ഓഫ് കോഡ് ഉണ്ടെങ്കിൽ മാത്രം എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ വേണം. അതോടൊപ്പം തന്നെ ലൈൻ ഓഫ് കോഡും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. ദെൻ ദ കോഎഫിഷ്യൻസ് എ ബി സി ഡി ആ നമ്മൾ വാല്യൂസ് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ആക്ച്വലി വാല്യൂ നമുക്ക് തരും. ഇപ്പോൾ ഇതിനകത്ത് എക്സാമ്പിളായിട്ട് നമ്മളിത് കൊടുത്തിരിക്കുന്നതാണ് ഓർഗാനിക്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഓരോ സോഫ്റ്റ്വെയർ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ബേസിക് കൊക്കോമ മോഡലിൽ ഓർഗാനിക്കിലാണെങ്കിൽ എയുടെ ബിയുടെ സിയുടെ ഡിയുടെ വാല്യൂസാണ്. ഓർഗാനിക്കിലാണെങ്കിൽ എയുടെ വാല്യൂ 2.4, ബിയുടെ വാല്യൂ 1.05, സിയുടെ വാല്യൂ 2.5, ഡിയുടെ വാല്യൂ 0.38 ആയിരിക്കും. ദെൻ ബേസിക് കൊക്കോമ മോഡൽ സെമി ഡിറ്റാച്ച്ഡ് ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ആണെങ്കിൽ എയുടെ വാല്യൂ 3.0, ബിയുടെ വാല്യൂ 1.12, സിയുടെ വാല്യൂ 2.5, ഡിയുടെ വാല്യൂ 0.35. ദെൻ ബേസിക് കൊക്കോമ മോഡൽ എംബഡഡ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 3.6, 1.20, 2.5, 0.32 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് ലൈൻ ഓഫ് കോഡിനെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് വരുന്നത്. Okay, then when effort and develop time are known, the average staff size to complete the project may be calculated as. അതായത് നമുക്ക് എഫർട്ടും ഡെവലപ്മെൻറ്റ് ടൈമും നമ്മൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആവറേജ് സ്റ്റാഫ് സൈസും അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും? ആവറേജ് സ്റ്റാഫ് സൈസ് ഈക്വൽ ടു ഇ ബൈ ഡി പേഴ്സൺസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, വെൻ പ്രൊജക്ട് സൈസ് ഈസ് നോൺ, ദ പ്രൊഡക്ടിവിറ്റി ലെവൽ മേ ബി കാൽക്കുലേറ്റഡ്. അതായത് പ്രൊഡക്ടിവിറ്റി എന്തുമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളത് ലൈൻ ഓഫ് കോഡ് നമുക്കുണ്ട്. ദെൻ ഈ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് KLOC ഡിവൈഡഡ് ബൈ ഇ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 4 ഇക്വേഷൻസ് മറന്നു പോകരുത്. എഫർട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് ടൈമുണ്ട്, ആവറേജ് സ്റ്റാഫ് സൈസ് ഉണ്ട്, പ്രൊഡക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് കറക്റ്റായിട്ട് അറിഞ്ഞ് നമുക്ക് എ ബി സി ഡിയുടെ വാല്യൂസും നമ്പർ ഓഫ് ലൈൻ ഓഫ് കോഡും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ദാറ്റ് എ പ്രോജക്റ്റ് വാസ് എസ്റ്റിമേറ്റഡ് ടു ബി 400K ലൈൻ ഓഫ് കോഡാണ്. കാൽക്കുലേറ്റ് ദ എഫർട്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ടൈം ഫോർ ഈച്ച് ഓഫ് ദി 3 മോഡൽസ്. അതായത് 3 മോഡ്സ് ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ് ആൻഡ് എംബഡഡ് ആണ്. അതായത് നമുക്കിപ്പോൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫർട്ടും ഡെവലപ്മെൻറ്റ് ടൈമും മാത്രമാണ്. അത് 3 മോഡിലും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ പ്രീവിയസ് അതിനകത്തൊരു ടേബിളിൽ നമ്മൾ വാല്യൂസൊക്കെ കാണിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏതാണ്? നമുക്ക് എഫർട്ടും ഡെവലപ്മെൻറ്റ് ടൈമും മാത്രം ചെയ്താൽ മതി. അപ്പം ഇതിനകത്ത് നമ്മൾ ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് 400 ആണല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ 400 നമുക്ക് KLOC കിട്ടിയിട്ടുണ്ട്. ദെൻ ഓർഗാനിക് മോഡിൽ നമുക്ക് ഓർഗാനിക് മോഡിൽ നമ്മൾ ലൈൻ ഓഫ് കോഡും എയുടെയും ബിയുടെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, ഇ. അപ്പം എയും ബിയും നമ്മൾ പ്രീവിയസ് കണ്ട ആ ടേബിളിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓർഗാനിക് മോഡിൽ എയുടെയും ബിയുടെയും വാല്യൂ എത്രയാണെന്നുള്ളത് എടുക്കുക. അത് 2.4ഉം 1.05 ആണ്. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് 1295.31 ആണ് നമുക്ക് പെർ മന്ത്, പേഴ്സൺസ് മന്ത് കിട്ടി. അപ്പം നമുക്ക് ഈ കിട്ടിക്കഴിഞ്ഞാൽ ഡി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ടേബിൾ ഓർഗാനിക് മോഡിൽ നമ്മൾ ആ ടേബിളിൽ നിന്ന് സിയുടെയും ഡിയുടെയും വാല്യൂ എടുത്ത് ഇതും കാൽക്കുലേറ്റ് ചെയ്യും, ഡെവലപ്മെൻറ്റ് ടൈമും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഓർഗാനിക് മോഡ് ഇത് സെയിം വേ തന്നെ സെമി ഡിറ്റാച്ച്ഡിലും എംബഡഡ് മോഡിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇത്ര ആയിരിക്കും നമുക്കൊരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക എഫർട്ടും അത് എന്തുമാത്രം ടൈം നമ്മൾ എടുക്കും എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രോജക്റ്റ് സൈസ് ഓഫ് 200K LOC ആണ് ഈസ് ടു ബി ഡെവലപ്ഡ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീം ഹാസ് ആവറേജ് എക്സ്പീരിയൻസ് ഓൺ സിമിലർ ടൈപ്പ് ഓഫ് പ്രോജക്ട്സ്. ദ പ്രോജക്റ്റ് ഷെഡ്യൂൾ ഈസ് നോട്ട് വെരി ടൈറ്റ്. കാൽക്കുലേറ്റ് ദ എഫർട്ട്, ഡെവലപ്മെൻറ്റ് ടൈം, ആവറേജ് സ്റ്റാഫ് സൈസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പം 4 കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അത്ര ലാർജ് നോട്ട് ടൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ ഒത്തിരി ലാർജ് പ്രോജക്റ്റ് എല്ലാം. സോ ഇറ്റ്സ് എ സെമി ഡിറ്റാച്ച്ഡ് മോഡാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കണം ഏത് സൈസ് പ്രോജക്റ്റാണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇക്വേഷൻസ് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് സെമി ഡിറ്റാച്ച്ഡ് മോഡ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മോഡ് കീപ്പിംഗ് വിത്ത് വ്യൂ ദ സൈസ്, ഷെഡ്യൂൾ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ടീം. അപ്പം നമ്മൾ സെമി ഡിറ്റാച്ച്ഡ് വാല്യൂസ് ആയിരിക്കും ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ ഇയും ഡിയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് സ്റ്റാഫ് സൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രൊഡക്ടിവിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അതും കിട്ടും.
ഓക്കെ, അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ ഏത് മോഡിൽ എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. അതനുസരിച്ചുള്ള വാല്യൂസ് നമുക്ക് തന്നിരിക്കും. അത് നമ്മൾ അതിൽ അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാം. അപ്പം പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പം നമ്മൾ ബേസിക് മോഡ് കൊക്കോമ മാത്രമാണ് പഠിച്ചത്. ഓക്കെ, അപ്പം മെറിറ്റ്സ് ഓഫ് ബേസിക് കൊക്കോമ മോഡൽ. ബേസിക് കൊക്കോമ മോഡൽ ഈസ് ഗുഡ് ഫോർ ക്വിക്ക് ഏർലി റഫ് ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ആണ്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, കാരണം ഇക്വേഷൻസ് ഒക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വാല്യൂസൊക്കെ തന്ന് ഏത് മോഡൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ലൈൻ ഓഫ് കോഡൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ, ദ ആക്യുറസി ഓഫ് ദിസ് മോഡൽ ഈസ് ലിമിറ്റഡ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ സർട്ടൻ ഫാക്ടേഴ്സ് ഫോർ കോസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് സോഫ്റ്റ്വെയർ. ദാറ്റ് ഈസ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഹാർഡ്വെയർ കൺസ്ട്രെയിൻസ്, പേഴ്സണൽ ക്വാളിറ്റി ആൻഡ് എക്സ്പീരിയൻസസ്, മോഡേൺ ടെക്നിക്സ് ആൻഡ് ടൂൾസ്, ഇതൊന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇതൊക്കെ നമ്മുടെ കോസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിൽ എന്ത് ടൈപ്പ് ഓഫ് ലേബേഴ്സിനെ നമ്മൾ എന്താ പറയുക അതായത് ഏത് ലേബേഴ്സിനെ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യണം അല്ല പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നെ ടൂൾസോ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് കൺസിഡർ ചെയ്യാതെ ജസ്റ്റ് ഒരു റഫ് എസ്റ്റിമേഷനാണ് ആക്ച്വലി ബേസിക് കൊക്കോമോ മോഡലിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അടുത്ത ടൈപ്സ് വരുന്നുണ്ട്. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ, അതായത് എംപിരിക്കൽ എസ്റ്റിമേഷൻ മോഡൽ, നമ്മുടെ കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള മോഡലാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലാണ് കൊക്കോമോ മോഡൽ. അതിൽ നമ്മൾ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 3 ക്ലാസ്സസ് ഓഫ് പ്രോജക്ട്സ് വരാം. ഓർഗാനിക്, സെമി ഡിറ്റാച്ച്ഡ് ആൻഡ് എംബഡഡ്. അപ്പോൾ ഏത് ക്ലാസ്സാണോ വരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊക്കോമോയിൽ 3 ടൈപ്സ് ഉണ്ട്. ഏതാണ്? ബേസിക് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, പിന്നെ ഡീറ്റെയിൽഡ് മോഡലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ബേസിക് മോഡലാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബേസിക് മോഡൽ എഫേർട്ട്, ഡെവലപ്മെൻറ്റ് ടൈം, പിന്നെന്താണ് പ്രൊഡക്ടിവിറ്റി, അതുപോലെ സ്റ്റാഫ് സൈസ്, ആവറേജ് സ്റ്റാഫ് സൈസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പം ഇത് കറക്റ്റായിട്ട് പഠിക്കണം. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.